നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ബേസ് ചെയ്തും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഐസോ മീൻസ്, ഐസോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സെയിം എന്നാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഐസോ മീൻസ് സെയിം. ഇലക്ട്രോണിക് റെഫേഴ്സ് ടു ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഐസോ മീൻസ് സെയിം ആൻഡ് ഇലക്ട്രോണിക് റെഫേഴ്സ് ടു നമുക്ക് എന്തെന്ന് പറയാം, ഇലക്ട്രോൺ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഐസോ ഇലക്ട്രോണിക് മീൻസ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ആൾക്കാർ. അതായത് ഒരേ എണ്ണം ഇലക്ട്രോണുകൾ വരുന്ന ആറ്റങ്ങളെയോ അയോണുകളെയോ ആണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്ന, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോ ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ നോൺ ആസ് എന്ത്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പൊ എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റും, ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് എന്താണ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരേ എണ്ണം ഇലക്ട്രോണുകൾ വരുന്ന, സെയിം നമ്പർ ഇലക്ട്രോണുകൾ വരുന്ന ആറ്റങ്ങളെയോ അയോണുകളെയോ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് എഴുതി നോക്കാം. ഞാൻ N3 മൈനസ് എഴുതുന്നു, O2 മൈനസ് എഴുതുന്നു, F മൈനസ് എഴുതുന്നു, നിയോൺ എഴുതുന്നു, Na പ്ലസ് എഴുതുന്നു, Mj2 പ്ലസ് എഴുതുന്നു, Al3 പ്ലസ് എഴുതുന്നു. അപ്പൊ ഇത്രയും ആൾക്കാരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെന്ന് ഞാൻ പറയുന്നു. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവരെല്ലാം കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയും നമുക്ക് പറയാം, 7 നമുക്ക് പറയാം. 3 മൈനസ് ആകുമ്പോഴത്തേക്ക് അതിലേക്ക് 3 ഇലക്ട്രോണുകൾ വന്നു. അപ്പൊ ആൾറെഡി 7 ഇലക്ട്രോണുകൾ ഉണ്ട്. അതിന്റെ കൂടെ 3 മൈനസ് എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോണുകളുടെ വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7 3 മൊത്തം ഇതിനകത്ത് വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10. അതുപോലെ ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. അതിന്റെ അകത്ത് വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 എണ്ണം വരും. 2 മൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് 8ന്റെ കൂടെ 2 ഇലക്ട്രോണുകളുടെ അതിലേക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇലക്ട്രോണുകൾ എത്രയായിട്ട് മാറും, 10 ആയിട്ട് മാറും. ഇനി F മൈനസ്, ഫ്ലൂറിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. മൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയും കൂടെ വരും, 1 ഇലക്ട്രോൺ അതിലേക്ക് വരും. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺ എണ്ണം എത്ര ആവും, 10 ആവും. നിയോൺ ആൾറെഡി 10 ഇലക്ട്രോണിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അറ്റോമിക് നമ്പർ 10 ആണ് വരുന്നത്. Na പ്ലസ്, സോഡിയം എന്ന് പറയുന്നത് 11 ഇലക്ട്രോണിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു പോസിറ്റീവ് ചാർജ് വന്നു മീൻസ് ഒരു ഇലക്ട്രോൺ അതിന്റെ അകത്ത് പോയി. അപ്പൊ ഇലക്ട്രോൺ എണ്ണം നമുക്ക് എത്രയെന്ന് പറയാം, അവിടെ 10 എന്ന് പറയാം. Mg2 പ്ലസ് 12 ഇലക്ട്രോണിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾ അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പൊ അതിനകത്ത് 12 ഇലക്ട്രോണിൽ വരും. 2 പ്ലസ് ആകുമ്പോൾ 2 ഇലക്ട്രോണിൽ പോയി. 12 2 ഇലക്ട്രോണിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ എണ്ണം എത്രയും നമുക്ക് പറയാം, 10 നമുക്ക് പറയാം. അതുപോലെ Al3 പ്ലസ് അറ്റോമിക് നമ്പർ 13 ആണ്. ഓക്കെ, 3 പ്ലസ് ആകുമ്പോഴത്തേക്ക് 3 ഇലക്ട്രോണിൽ പോയി. അപ്പൊ അവിടെ ഇലക്ട്രോൺ എണ്ണം എത്ര, 10. അപ്പൊ ഇവരെല്ലാം എന്താണ്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ആൾക്കാരാണ്, ഒരേ എണ്ണം ഇലക്ട്രോണുകൾ വരുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ ഇവിടെ ഇവരെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് എന്ന് നമുക്ക് പറയാം, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോണോസ് എന്ന് പറയാം. നമുക്ക് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നമുക്ക് പറയാൻ പറ്റും. ഒരേ എണ്ണം, ഒരേ തുല്യമായ ഇലക്ട്രോണുകളുടെ എണ്ണം വരുന്ന ആറ്റങ്ങളെയോ അയോണുകളെയോ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് എന്ത്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പൊ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയും ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരേ എണ്ണം ഇലക്ട്രോണുകൾ വരുന്ന ആറ്റങ്ങളെയോ അയോണുകളെയോ നമുക്ക് എന്ത് പേരിൽ വിളിക്കാൻ പറ്റും, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്ന പേരിൽ വിളിക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇത്രയും ആൾക്കാര് എഴുതി വെച്ചിരിക്കുക. പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ പോസിറ്റീവ്, ഒരു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് വരുന്ന ആളിന് സൈസ് കുറവും, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് വരുന്ന ആളിന് സൈസ് എന്തോ ആയിരിക്കും, കൂടുതലുമായിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് വരുന്ന ആളിന് എന്ത് കൂടുതലായിരിക്കും, സൈസ് കൂടുതലും. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് വരുന്ന ആളിന് എന്തായിരിക്കും, സൈസ് കുറവായിരിക്കും. നമുക്കറിയാം കാറ്റിയോൺസ് എപ്പോഴും സ്മോളറും ആനിയോൺസ് എപ്പോഴും ബിഗ്ഗറും ആണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് വരുന്ന ആളിന്റെ സൈസ് കുറവും, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് വരുന്ന ആളിന്റെ സൈസ് കൂടുതലുമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വെച്ചാൽ ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരേ എണ്ണം ഇലക്ട്രോണുകൾ വരുന്ന ആറ്റങ്ങളെയോ അയോണുകളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു പീരിയോഡിക് പ്രോപ്പർട്ടിയാണ്
അയണൈസേഷൻ എന്താൽപ്പി. വളരെയധികം പ്രാധാന്യമുള്ള, നമുക്കിനി മുന്നോട്ട് പഠിക്കാനുള്ള ചാപ്റ്ററുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും കടന്നു വരുന്ന, വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട, ഈ ഒരു ചാപ്റ്റർ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് പ്രോപ്പർട്ടിയാണ് അയണൈസേഷൻ എന്താൽപ്പി. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ചിലപ്പോൾ അയണൈസേഷൻ എനർജി എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സെക്ഷൻ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അയണൈസേഷൻ എനർജി എന്നോ അയണൈസേഷൻ എന്താൽപ്പി എന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ ഐ എച്ച്. എച്ച് എന്ന് പറയുന്നത് എന്താൽപ്പിയാണ്. എന്താൽപ്പി എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അയണൈസേഷൻ എന്താൽപ്പി, അയണൈസേഷൻ എന്താൽപ്പി ഇത് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പീരിയോഡിക് പ്രോപ്പർട്ടിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മാത്രമല്ല, നമ്മൾ മുന്നോട്ട് പഠിക്കുന്ന പല ചാപ്റ്ററുകളിലും നമ്മൾ വീണ്ടും വീണ്ടും കാണേണ്ടി വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന, നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാം? പഠിച്ച് മനസ്സിലാക്കി തറവാക്കി വെക്കുക. കാരണം നമുക്ക് വീണ്ടും പല സ്ഥലങ്ങളിലും ഇയാളെ കണ്ടുമുട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇയാൾ ആവശ്യമായിട്ട് വരും. അയണൈസേഷൻ എന്താൽപ്പി നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ എന്താണ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ ഫ്രം എ ന്യൂട്രൽ gaseous atom. Okay, it is the energy required to remove the most loosely bounded electron from a neutral gaseous atom. gaseous സ്റ്റേറ്റിൽ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന, ചാർജ് ഒന്നും ഇല്ലാതെ gaseous സ്റ്റേറ്റിൽ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരു ആറ്റത്തിൽ നിന്നും ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ, അവസാനം ഇരിക്കുന്ന ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എനർജിയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? അയണൈസേഷൻ എന്താൽപ്പി. ഫോർ എക്സാമ്പിൾ, ഇതാ ഒരു ആറ്റം, ഒരു ആറ്റമാണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ഒരു ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എനിക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. എനിക്ക് ഈ ഒരു ആറ്റത്തിൽ നിന്ന് ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എനർജി കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട് എനർജി കൊടുക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂക്ലിയസ് അയാൾ അട്രാക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആ ഒരു ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അട്രാക്ഷനെ മറികടന്ന് എനർജി കൊടുത്തുകൊണ്ട് മാത്രമേ എനിക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ സാധിക്കൂ? റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ കൊടുക്കുന്ന എനർജിയെ, ഈ ഒരു അവസാനത്തെ ഇലക്ട്രോണിനെ, ലൂസ്ലി ബൗണ്ടായിട്ടുള്ള അവസാനത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന, ന്യൂക്ലിയസിന്റെ അട്രാക്ഷനെ മറികടന്ന് ആ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ആ ഒരു എനർജിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി, ഓർ അയണൈസേഷൻ എന്താൽപ്പി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടുള്ള എനർജി കൊടുക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോണിനെ, ഇലക്ട്രോൺ അല്ല, ആ അറ്റത്തിരിക്കുന്ന ഏത് ഇലക്ട്രോണിനെ ആയാലും ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസിന്റെ അട്രാക്ഷനെ മറികടന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും? അതൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ന്യൂക്ലിയസിന്റെ അട്രാക്ഷനെ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ആവശ്യമായിട്ട് വരുന്ന എനർജിയാണ് നമ്മൾ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ഇസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫ്രം എ ന്യൂട്രൽ gaseous atom. എന്തുകൊണ്ടാണ് അവിടെ എന്താൽപ്പി എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? എന്താൽപ്പി എന്ന് പറയുന്ന ഒരു തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ആ തെർമോഡൈനാമിക്സ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം മനസ്സിലാക്കുക, ഇവിടെ ഈ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനായിട്ട് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അപ്പൊ ഹീറ്റിന്റെ ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ എനർജിക്ക് പകരം എന്താൽപ്പി എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെടും. അപ്പൊ ഹീറ്റ് എനർജി വലിച്ചെടുത്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇലക്ട്രോണിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഹീറ്റിന്റെ ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനർജി റീപ്ലേസ് ചെയ്ത് നമ്മൾ എന്താൽപ്പി എന്ന് പറയും. ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ആറ്റം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. ഹീറ്റിന്റെ ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എനർജിക്ക് പകരം ഏത് ടൈം യൂസ് ചെയ്യും? എന്താൽപ്പി എന്ന് പറയുന്ന ആ ഒരു ടൈം നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോ എന്താണ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാം. എന്താണ്? ഒരു ആറ്റത്തിലിരിക്കുന്ന, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ആറ്റത്തിലിരിക്കുന്ന ഇലക്ട്രോൺ നമുക്ക് റിമൂവ് ചെയ്യണം. ഒരു ആറ്റത്തിൽ നിന്ന് അവസാനം ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിനെയോ അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോണിനെയോ നമുക്ക് റിമൂവ് ചെയ്യണം. അങ്ങനെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എനർജി കൊടുക്കേണ്ടി വരും. കാരണം ന്യൂക്ലിയസുമായി ഇലക്ട്രോൺ തമ്മിൽ എന്തുണ്ട്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ആ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ അട്രാക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അട്രാക്ഷനെ മറികടന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ പറ്റൂ. അട്രാക്ഷനെ മറികടക്കാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? അട്രാക്ഷനെ മറികടക്കാനായിട്ട് നമ്മൾ എനർജി കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന എനർജിയെ നമുക്ക് എന്ത് എനർജി എന്ന് വിളിക്കാം? അയണൈസേഷൻ എനർജി എന്ന് വിളിക്കാം. പിന്നെ എന്താൽപ്പി എന്ന് പറയുന്ന ടൈം അവിടെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഹീറ്റിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ വരുന്നതുകൊണ്ടാണ് നമ്മൾ എനർജിക്ക് പകരം എന്താൽപ്പി എന്ന് കൊടുക്കുന്നത്. ഹീറ്റിന്റെ ഇൻവോൾവ്മെന്റ് വന്നാൽ പിന്നെ നമ്മൾ എന്താൽപ്പി എന്നാണ് അതിന് പറയുന്നത്. കാരണം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അയണൈസേഷൻ എന്താൽപ്പി എന്നതിനെ വിളിക്കുന്നത്. അപ്പൊ അയണൈസേഷൻ എന്താൽപ്പി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ന്യൂട്രലായിട്ട് gaseous സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ആറ്റത്തിലെ എന്താണ് ഏറ്റവും
ലൂസ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു എനർജി അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അയനൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അയനൈസേഷൻ എൻതാൽപ്പി തന്നെ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, തേർഡ് അയനൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി നമുക്ക് ഇപ്പൊ ഇങ്ങനെ എടുക്കാം. ഇത് ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി, ഇത് സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി, ഇത് തേർഡ് അയനൈസേഷൻ എൻതാൽപ്പി. അപ്പൊ അയനൈസേഷൻ എൻതാൽപ്പിയെ തന്നെ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് പറയാം. അപ്പൊ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, തേർഡ് അയനൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. എന്താണ് ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇതിലിപ്പോ ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കും. ഞാനിപ്പോ ആദ്യം അയനൈസേഷൻ എനർജി കൊടുത്ത് അല്ലെങ്കിൽ അയനൈസേഷൻ എൻതാൽപ്പി എടുത്ത് ഈ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ പോയി, ആ ഒരു ഇലക്ട്രോൺ അതിന്റെ അകത്തുനിന്ന് പോയി. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ പോയി, അതിന് എന്ത് ചാർജ് കിട്ടും? ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും അല്ലേ? അതായത് ഈ ഒരു ഇലക്ട്രോണിന് പിന്നെ അട്രാക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ പോയി, അയാൾ പോയി, അപ്പൊ അയാൾക്ക് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഞാൻ കൊടുത്ത എനർജിയാണ് ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി, ഫസ്റ്റ് അയനൈസേഷൻ എനർജി. ഇനി എനിക്ക് വീണ്ടും ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇവിടെ റിമൂവ് ചെയ്യണം. ഇതിനിപ്പോ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി, മനസ്സിലാക്കുക. ന്യൂക്ലിയസിന്റെ ചാർജ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്തു. അപ്പൊ ബാക്കി ഇരിക്കുന്ന ഇലക്ട്രോൺ അയാൾ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്ത് നിർത്തും. അപ്പൊ എനിക്ക് വീണ്ടും രണ്ടാമത് ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഞാൻ വീണ്ടും എനർജി കൊടുക്കേണ്ടി വരും. പക്ഷേ ആദ്യം കൊടുത്തതിനേക്കാളും കൂടുതൽ എനർജി ഞാൻ കൊടുക്കേണ്ടി വരും. കാരണം ന്യൂക്ലിയസിന്റെ ചാർജ് ഒരു ഇലക്ട്രോൺ പോയപ്പോഴത്തേക്ക് ആൾറെഡി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ബാക്കിയുള്ള ഇലക്ട്രോണിനെ ഇയാൾ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്ത് നിർത്തും. അപ്പൊ അതുകൊണ്ട് അട്രാക്ഷൻ മറികടക്കാനായിട്ട് നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടാമത് അയനൈസേഷൻ എൻതാൽപ്പി എടുക്കുന്നു. പക്ഷെ ഫസ്റ്റ് കൊടുത്തതിനേക്കാളും ഞാൻ കൂടുതൽ എനർജി എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കൊടുത്ത് ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന വിചാരിക്കുക. ആ ഒരു ഇലക്ട്രോൺ പോയി. ഇപ്പൊ ഇതിന് എത്ര പോസിറ്റീവ് ചാർജ് വരും? 2 പോസിറ്റീവ് ചാർജ് വരും. 2 ഇലക്ട്രോൺ പോയി, 2 പോസിറ്റീവ് ചാർജ് വരും. ഇനി മൂന്നാമത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? അയനൈസേഷൻ എനർജി കൊടുക്കും. ആദ്യത്തെ 2 തവണ കൊടുത്തതിനേക്കാളും കൂടുതൽ എനർജി എനിക്ക് കൊടുക്കേണ്ടി വരും. കാരണം 2 ഇലക്ട്രോണിലോ പോകുമ്പോഴത്തേക്ക് ന്യൂക്ലിയസിന്റെ ചാർജ് കുറച്ചുകൂടെ ഇൻക്രീസ് ആവും. അപ്പൊ ബാക്കി ഇരിക്കുന്ന ഇലക്ട്രോണുകളെ മാക്സിമം ന്യൂക്ലിയസ് അടുത്തേക്ക് പിടിച്ചു നിർത്തും. അങ്ങനെ പിടിച്ചു നിർത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അങ്ങനെ പിടിച്ചു നിർത്തുന്ന സമയത്ത് കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ മറികടന്ന് നമുക്ക് ആ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റൂ? റിമൂവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ മൂന്നാമത് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ ഫസ്റ്റ് അയനൈസേഷൻ താല്പര്യം എന്ന് വെച്ചാൽ ഒരാറ്റത്തിൽ നിന്ന് ആദ്യം ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താല്പര്യം. സെക്കൻഡ് എന്ന് പറയുന്നത് ആ ഇലക്ട്രോൺ പോയെന്ന് നമുക്ക് രണ്ടാമത് വീണ്ടും ഒരു ഇലക്ട്രോൺ കൂടെ റിമൂവ് ചെയ്യണം. അതിന് നമ്മൾ കൊടുക്കുന്നത് സെക്കൻഡ് അയനൈസേഷൻ താല്പര്യം. ഇപ്പൊ 2 ഇലക്ട്രോൺ പോയി, ഇനി മൂന്നാമത് ഇലക്ട്രോൺ ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് നമ്മൾ കൊടുക്കുന്ന എന്ന് പറയുന്നത് തേർഡ് അയനൈസേഷൻ താല്പര്യം എന്ന് പറയുന്നത്. എപ്പോഴും തേർഡ് അയനൈസേഷൻ താല്പര്യം കാര്യം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. തേർഡ് അയനൈസേഷൻ താല്പര്യം എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ തേർഡ് അയനൈസേഷൻ താല്പര്യം വാല്യൂസ് എപ്പോഴും കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റിനെക്കാളും അയനൈസേഷൻ താല്പര്യം കൂടുതൽ സെക്കൻഡ് അയനൈസേഷൻ താല്പര്യം, സെക്കൻഡ് അയനൈസേഷനേക്കാളും കൂടുതൽ തേർഡ് അയനൈസേഷൻ താല്പര്യം. ഓക്കെ, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോകുന്നതനുസരിച്ച് ഓരോ ഇലക്ട്രോൺ പോകുന്നതനുസരിച്ച് ന്യൂക്ലിയസിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അനുസരിച്ച് ബാക്കിയുള്ള ഇലക്ട്രോണുകളെ ന്യൂക്ലിയസ് മാക്സിമം അടുത്തേക്ക് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ അടുത്തേക്ക് പിടിച്ചു നിർത്തുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ എനർജി കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഇലക്ട്രോൺ എന്ത് ചെയ്യാനായിട്ട് സാധിക്കൂ? റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ ഫസ്റ്റ് അയനൈസേഷൻ താല്പര്യത്തെക്കാളും കൂടുതൽ സെക്കൻഡ് അയനൈസേഷൻ താല്പര്യം, സെക്കൻഡിനേക്കാളും കൂടുതൽ തേർഡ് അയനൈസേഷൻ താല്പര്യം. തേർഡ് അയനൈസേഷൻ എന്താല്പര്യം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അയനൈസേഷൻ താല്പര്യം എന്താണ് എന്നുള്ള കാര്യം പഠിച്ചു. പിന്നെ എന്തുകൊണ്ട് അവിടെ നമ്മൾ എനർജി കൊടുക്കേണ്ടി വരുന്നു? ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ എന്തുകൊണ്ട് എനർജി കൊടുക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് അയനൈസേഷൻ താല്പര്യമുണ്ട്, സെക്കൻഡ് അയനൈസേഷൻ താല്പര്യമുണ്ട്, പിന്നെന്താണ് തേർഡ് അയനൈസേഷൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ ഏതാണ് കൂടുതൽ, ഏതാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയനൈസേഷൻ താല്പര്യം. IE മീൻസ് അയനൈസേഷൻ താല്പര്യം. അയനൈസേഷൻ താല്പര്യം ഷോർട്ട് ഫോം ആയിട്ട് വേണമെങ്കിൽ IE എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. The factors affecting IE means ionization therapy. Ionization therapy ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടറുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അയനൈസേഷൻ താല്പര്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആറ്റത്തിരിക്കുന്ന ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എന്താൽപ്പി ഓർ എനർജി, അത്രേ ഉള്ളൂ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. പിന്നെ അതിൽ ഫസ്റ്റ് അയനൈസേഷൻ എന്താണ്, സെക്കൻഡ് അയനൈസേഷൻ എന്താണ്, തേർഡ് അയനൈസേഷൻ എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയനൈസേഷൻ എന്താൽപ്പി എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അതിലെ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അറ്റോമിക് സൈസ് തന്നെയാണ്. അത് വേറെ സംശയമില്ല.
അറ്റോമിക് സൈസ്, ആറ്റത്തിന്റെ വലിപ്പം. അയനൈസേഷൻ തെറാപ്പിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ന് പറയുന്ന അറ്റോമിക് സൈസ് എന്ന് പറയുന്ന ആറ്റത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ അറ്റോമിക് സൈസും അയനൈസേഷൻ എൻതാൽപ്പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ പോലെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അറ്റോമിക് സൈസും അയനൈസേഷൻ എൻതാൽപ്പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് സൈസ് കൂടിക്കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ വലിപ്പം കൂടിപ്പോകും. ഒരു ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അയനൈസേഷൻ എൻതാൽപ്പി കുറയും. ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നതനുസരിച്ച് അയനൈസേഷൻ എൻതാൽപ്പി കൂടും. അതാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഒരാൾ കൂടിയാൽ മറ്റൊരാൾ കുറയും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞാൽ അയനൈസേഷൻ എൻതാൽപ്പി കൂടും. ആറ്റത്തിന്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ അയനൈസേഷൻ എൻതാൽപ്പി കുറയും. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നതനുസരിച്ച് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായിട്ട് മാക്സിമം അടുത്തിരിക്കുമായിരിക്കും. ആറ്റത്തിന്റെ സൈസ് കുറവാണെങ്കിൽ ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിൽ വലിയ ദൂരം കാണില്ല. അപ്പൊ ന്യൂക്ലിയസിനെ ഇലക്ട്രോണുകളെ മാക്സിമം അട്രാക്ട് ചെയ്ത് തന്റെ അടുത്തേക്ക് നിർത്താൻ പറ്റും. അങ്ങനെ ന്യൂക്ലിയസ് മാക്സിമം അട്രാക്ട് ചെയ്ത് ഇലക്ട്രോൺ തന്റെ അടുത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കണം ആ അട്രാക്ഷനെ മറികടക്കാൻ വേണ്ടി. ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ മറികടക്കട്ടെ. അട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ എന്ത് കൊടുക്കേണ്ടി വരും? എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് സൈസ് കുറയുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നത്? സൈസ് കുറയുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി കൂടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സൈസ് കുറയുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി കൂടും. ഇനി സൈസ് കൂടിക്കഴിഞ്ഞാൽ വലിപ്പം കൂടി വരുന്നതനുസരിച്ച് ആറ്റങ്ങളുടെ വലിപ്പം കൂടി വരുന്നതനുസരിച്ച് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് മാക്സിമം അകലത്തിൽ നിൽക്കും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതോറും ന്യൂക്ലിയസും ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്ഷൻ കുറയും. അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് എനർജി കൊടുത്താൽ പോരെ. കാരണം അട്രാക്ഷൻ മറികടക്കും. ഇപ്പൊ അട്രാക്ഷൻ വലുതായിട്ടില്ല. കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ വലിപ്പം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസുമായി ഇലക്ട്രോണുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? വലിപ്പം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസുമായി ഇലക്ട്രോൺ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവർക്കിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കുറയും. അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സൈസ് കൂടുന്നതനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നതനുസരിച്ച് ആറ്റങ്ങളുടെ വലിപ്പം കൂടി വരുന്നതനുസരിച്ച് അയനൈസേഷൻ എൻതാൽപ്പി കുറയും. കാരണം നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ നമുക്ക് ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം സൈസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? സൈസ് കുറയുന്നതനുസരിച്ച് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായിട്ട് മാക്സിമം അടുത്തായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, സൈസ് കുറയുന്നതനുസരിച്ച് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായിട്ട് മാക്സിമം അടുത്തേക്കുന്നു. അപ്പൊ അവരുടെ അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടും ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള. അപ്പൊ ന്യൂക്ലിയസ് നല്ല ടൈറ്റ് ആയിട്ട് ഇലക്ട്രോണുകൾ ബൗണ്ട് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ കൂടുതൽ എനർജി കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാൻ പറ്റൂ? റിമൂവ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ സൈസ് കുറയുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. സൈസ് കൂടുന്നതനുസരിച്ച് അയനൈസേഷൻ എൻതാൽപ്പി കുറയും. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് ഷീൽഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ സ്ക്രീനിങ്ങിനെ പറ്റി നമുക്ക് പറയാം. ഷീൽഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിങ്ങിനെ പറ്റെന്ന് പറയാം. രണ്ട് പേരിലൊന്ന് കൊടുക്കുക. ഷീൽഡിങ്ങിനെ പറ്റ് ഓർ സ്ക്രീനിങ്ങിനെ പറ്റ്. അപ്പൊ എന്താണ് ഷീൽഡിങ്ങിനെ പറ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ്ങിനെ പറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കാം. ഇത് ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കാം. ഇതാണ് ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ എന്ന് വിചാരിക്കാം. ഈ ന്യൂക്ലിയസും അവസാനത്തെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനെ ഇന്നറായിട്ട് വരുന്ന ഓർബിറ്റലുകൾ, ഓർബിറ്റൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ രാത്രി പഠിച്ചിട്ടുണ്ട്. ഇന്നറായിട്ട് വരുന്ന ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അവര് മറയ്ക്കും, അവരാ അട്രാക്ഷൻ തടയും അല്ലേ? ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ്, ഇതാണ് അവസാനത്തെ ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. എങ്ങനെ അസ്യൂം ചെയ്യാം? അപ്പൊ ന്യൂക്ലിയസ് ഇയാൾക്ക് അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. ന്യൂക്ലിയസ് എന്തായാലും അയാൾക്ക് അട്രാക്ഷൻ കൊടുക്കും. പക്ഷെ ഷീൽഡിംഗ് വെച്ച് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ സ്ക്രീനിങ് വെച്ച് കൂടുതലാണെങ്കിൽ ഈ അട്രാക്ഷനെ ഇന്നർ ആയിട്ടുള്ള ഓർബിറ്റൽസ് നല്ല രീതിയിൽ മറയ്ക്കും. അത് എസും ബി ഒക്കെ, എസിനൊക്കെ ഷീൽഡിംഗ് വെച്ച് എസിനും ബി ഒക്കെ കമ്പയർലി ഷീൽഡിംഗ് വെച്ച് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ എസിനാണ് വരുന്നത്. അപ്പൊ ഈ എസ് ഓർബിറ്റിലും ബി ഓർബിറ്റിലേക്ക് ഇന്നർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ന്യൂക്ലിയസിന്റെ അട്രാക്ഷനെ മാക്സിമം അങ്ങ് മറയ്ക്കും. ന്യൂക്ലിയസിന്റെ അട്രാക്ഷനെ മറച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയസും ഈ അവസാനത്തെ ഇലക്ട്രോണും തമ്മിൽ വലിയ അട്രാക്ഷൻ അല്ലെങ്കിൽ വലിയൊരു ഇന്ററാക്ഷൻ കാണില്ല. അപ്പൊ അതനുസരിച്ച് നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ നമുക്ക് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ പറ്റും. ഷീൽഡിംഗ് വെച്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാം. ഷീൽഡിംഗ് വെച്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഷീൽഡിംഗ് വെച്ച് ഇൻക്രീസ് ചെയ്തു മീൻസ് ഷീൽഡിംഗ് വെച്ച് കൂടുതലാണ് മീൻസ് ന്യൂക്ലിയസും ഈ അവസാനത്തെ ഇലക്ട്രോണും നമ്മൾ അട്രാക്ഷനെ കൂടുതൽ മറയ്ക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അങ്ങനെ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കൂടുതൽ മറയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എനർജി കൊടുത്ത് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇലക്ട്രോൺ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഷീൽഡിംഗ് വെച്ച് അല്ലെങ്കിൽ സ്ക്രീനിങ് വെച്ച് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച്
ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് കുറയുന്നതായിട്ട് നമുക്ക് കാണാം, അയനൈസേഷൻ താല്പര്യം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റും. കാരണം എന്ത്, ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ ന്യൂക്ലിയസും അവസാനത്തെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷന് ഇന്നർ ഓർബിറ്റൽസ്, ഇതിന് ഉള്ളിലിരിക്കുന്ന ഓർബിറ്റൽസ്, അവസാനത്തേന് ഉള്ളിലേക്ക് ഇരിക്കുന്ന ഓർബിറ്റൽസ് എന്ത് ചെയ്യുന്നു, മറയ്ക്കുന്നു ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷനെ. അങ്ങനെ മറച്ചു കഴിഞ്ഞാൽ ആ ഒരു അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറയും. ന്യൂക്ലിയസും അവസാനത്തെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ പോലെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനായിട്ട്. കാരണം ന്യൂക്ലിയസുമായി ഇലക്ട്രോൺ തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു, ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട്. അപ്പൊ ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്ത് ചെയ്യുന്നതനുസരിച്ച്, ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അത് കൂടുതലാണെങ്കിൽ അയനൈസേഷൻ താല്പര്യം കുറയുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. അത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് ന്യൂക്ലിയർ ചാർജ് പറയാം. ന്യൂക്ലിയർ ചാർജ് ആൾറെഡി ഞാൻ അറ്റോമിക് സൈസിന്റെ കേസിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതാണ്. ന്യൂക്ലിയർ ചാർജ്, അതായത് ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നതനുസരിച്ച്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അയനൈസേഷൻ താല്പര്യം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നു മീൻസ് ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുന്നു എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണുകൾ അവർ മാക്സിമം പിടിച്ചു നിർത്തും, മാക്സിമം അട്രാക്ട് ചെയ്യുന്നതിന്റെ അടുത്തേക്ക് നിർത്താൻ ശ്രമിക്കും. അപ്പൊ നമ്മളവിടെ കൂടുതൽ എനർജി കൊടുത്തുകൊണ്ട് മാത്രമേ ഈ ഒരു അട്രാക്ഷനെ മറികടന്ന് ഇലക്ട്രോൺസ് നമുക്ക് ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, ന്യൂക്ലിയസിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു മീൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അയനൈസേഷൻ താല്പര്യം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൂടും. ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിൽ അട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ എനർജി കൊടുത്തുകൊണ്ട് മാത്രമേ ആ ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റൂ, റിമൂവ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ഇൻക്രീസ് ചെയ്യും, അയനൈസേഷൻ എന്തായാലും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ന്യൂക്ലിയർ ചാർജ് നമുക്ക് വേണമെങ്കിൽ ഒരു ഫാക്ടർ ആയിട്ട് പറയാം. ഇത് ആൾറെഡി അറ്റോമിക് സൈസിന്റെ കേസിൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. എങ്കിൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ ന്യൂക്ലിയർ ചാർജ് ഒരു ഫാക്ടർ ആയിട്ട് പറയാമോ. ഇനി half filled and completely filled orbitals. ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ, ഇത് നമുക്കൊരു ഫാക്ടർ ആയിട്ട് പറയാൻ പറ്റും. അതായത് നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റലിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഓർബിറ്റലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഓർബിറ്റലോ ആണെങ്കിലും അയനൈസേഷൻ എന്തായാലും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഫാക്ടർ ഓർമ്മിച്ച് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് വീണ്ടും ആവശ്യമായിട്ട് വരുന്ന വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ്. അതായത് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിലോ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റിലോ ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു സെക്ഷനാണ്, ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, സ്റ്റെബിലിറ്റി അവിടെ വളരെ കൂടുതലായിരിക്കും. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനിലോ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനിലോ ഇരിക്കുന്ന ഓർബിറ്റലിൽ എന്ത് കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും, സ്ഥിരത വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ സ്ഥിരത കൈവരിച്ചിരിക്കുന്ന ആൾക്കാർ അത് കളയാനായിട്ട് വലിയ താല്പര്യം കാണിക്കില്ല. എല്ലാവരും സ്റ്റേബിൾ ആയിട്ടിരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ ഇരിക്കുന്ന ഓർബിറ്റൽസ് ഒരിക്കലും ആ സ്റ്റെബിലിറ്റി കളയാനായിട്ട് വലിയ താല്പര്യം കാണിക്കില്ല. അപ്പൊ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിലോ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റിലോ അവർക്ക് സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് അവര് അത് മാറാൻ വലിയ താല്പര്യം കാണിക്കില്ല. അതുകൊണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിട്ട് ആ ഒരു വിമുഖത കാണിക്കും, അല്ലേ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വലിയ താല്പര്യം കാണിക്കില്ല. അപ്പൊ നമ്മൾ അവിടെയും കൂടുതൽ എനർജി എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പൊ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിൽ നിന്നോ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റിൽ നിന്നോ നമുക്ക് ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെയും എന്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം, അയനൈസേഷൻ താല്പര്യം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനിലോ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനിലോ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്റ്റേബിൾ കണ്ടീഷനാണ് വരുന്നത്. അപ്പൊ അവർ ആ സ്റ്റെബിലിറ്റിക്ക് മാറ്റം വരുത്താനായിട്ട് അവര് വലിയ താല്പര്യം കാണിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൂടുതൽ എനർജി കൊടുത്തുകൊണ്ട് മാത്രമേ ആ ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റിൽ സ്റ്റേബിൾ കണ്ടീഷൻ വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ അവസ്ഥ വരുന്നതുകൊണ്ട്, സ്റ്റേബിൾ കോൺഫിഗറേഷൻ വരുന്നതുകൊണ്ട് അവിടെയും അയനൈസേഷൻ താല്പര്യം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ 4 ഫാക്ടറുകൾ പറഞ്ഞു, അയനൈസേഷൻ താല്പര്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 ഫാക്ടറുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ് 4 ഫാക്ടറുകൾ? ഒന്ന് അറ്റോമിക് സൈസ് ഞാൻ പറഞ്ഞു, രണ്ടാമത് പറഞ്ഞത് ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേര് സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയാം. ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് നമുക്കൊരു ഫാക്ടറായിട്ട് പറയാം. ന്യൂക്ലിയർ ചാർജ് നമുക്കൊരു ഫാക്ടറായിട്ട് പറയാൻ പറ്റും. അതുപോലെ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ, അവിടെ നിന്നാണ് ആ ഓർബിറ്റൽസ് നിന്നാണ് നമുക്ക് ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ
അവിടെയും എന്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അയനൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അപ്പൊ ഇതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അയനൈസേഷൻ എന്താൽപ്പി എന്താണെന്നുള്ള കാര്യം പഠിച്ചു. ദെൻ ഫസ്റ്റ് അയനൈസേഷൻ, സെക്കൻഡ് അയനൈസേഷൻ, തേർഡ് അയനൈസേഷൻ എന്താൽപ്പി എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അയനൈസേഷൻ എന്താൽപ്പിയെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അയനൈസേഷൻ എന്താൽപ്പി എപ്പോഴും പോസിറ്റീവ് ആണ് വരുന്നത് കേട്ടോ. അയനൈസേഷൻ എന്താൽപ്പി വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണ് വരുന്നത്. കാരണം ഞാൻ പറഞ്ഞു അവര് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ്, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നത്. അപ്പൊ എനർജി അബ്സോർഷൻ വരുന്നതുകൊണ്ട്, ഹീറ്റ് എനർജിയുടെ അബ്സോർഷൻ വരുന്നതുകൊണ്ട് എന്താൽപ്പി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അയനൈസേഷൻ എന്താൽപ്പി വാല്യൂസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആ കാര്യം കൂടെ ഓർമ്മിച്ച് വെക്കുക. അയനൈസേഷൻ എന്താൽപ്പി വാല്യൂസ് ആർ ആൾവേസ് പോസിറ്റീവ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിന്റെ യൂണിറ്റ് നമ്മൾ അയനൈസേഷൻ എന്താൽപ്പി എപ്പോഴും കിലോ ജൂൾ പെർ മോളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കിലോ ജൂൾ പെർ മോൾ. നമുക്ക് അതിന്റെ കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് എന്ന് എഴുതാൻ പറ്റും. കിലോ ജൂൾ പെർ മോൾ നമുക്ക് കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് എന്ന് എഴുതാൻ പറ്റും. കിലോ ജൂൾ പെർ മോൾ എന്ന് എഴുതുന്നത് തന്നെയാണ് കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അയനൈസേഷൻ എന്താൽപ്പി വാല്യൂസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്താൽപ്പി വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അയനൈസേഷൻ എന്താൽപ്പി വാല്യൂസ് എപ്പോഴും പോസിറ്റീവ് ആണ്. പിന്നെ നമ്മൾ അയനൈസേഷൻ എന്താൽപ്പിയെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിലോ ജൂൾ പെർ മോൾ അല്ലെങ്കിൽ കിലോ ജൂൾ മോൾ ഇൻവേഴ്സിലാണ് നമ്മൾ അയനൈസേഷൻ എന്താൽപ്പി എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അയനൈസേഷൻ എന്താൽപ്പി അക്രോസ് എ പീരീഡ് എങ്ങനെ വേരി ചെയ്യുന്നു, എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്. ഡൗൺ എ ഗ്രൂപ്പ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ എലോങ് എ പീരീഡ് അല്ലെങ്കിൽ അക്രോസ് എ പീരീഡ് സഞ്ചരിക്കുമ്പോൾ ഡൗൺ എ ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് നമ്മൾ വരുമ്പോൾ അയനൈസേഷൻ എന്താൽപ്പിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, അയനൈസേഷൻ എന്താൽപ്പിക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇനിയും പഠിക്കേണ്ടത്. അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് മുന്നോട്ട് ഒരുപാട് ചാപ്റ്ററുകൾ വീണ്ടും ഇത് ആവശ്യമായിട്ട് നമുക്ക് വരാം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്കത് കാണേണ്ടി വരും, അല്ലെങ്കിൽ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലായി വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അക്രോസ് എ പീരിയോഡിക് ടേബിൾ സഞ്ചരിക്കുന്നു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഡൗൺ എ ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിൽ സഞ്ചരിക്കും. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾറെഡി നമ്മളിത് പഠിച്ചു കഴിഞ്ഞു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയനൈസേഷൻ എന്താൽപ്പിയിൽ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അക്രോസ് പീരീഡ് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അറ്റോമിക് സൈസിന് എന്താണ് സംഭവിക്കുന്നത്? അറ്റോമിക് സൈസ്, ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്ത് സംഭവിക്കും? അക്രോസ് പീരീഡ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ സഞ്ചരിക്കുമ്പോൾ അറ്റോമിക് സൈസ് എന്താണ് ചെയ്യുന്നത്? അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റോമിക് സൈസ് ഡിക്രീസസ്. അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യും? അയനൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമ്മൾ ആൾറെഡി പഠിച്ച കാര്യമാണ്. സൈസ് കുറഞ്ഞാൽ അയനൈസേഷൻ എന്താൽപ്പി കൂടും. സൈസ് കുറഞ്ഞാൽ അയനൈസേഷൻ എന്താൽപ്പി കൂടും. ഓക്കെ, സൈസ് കൂടിക്കഴിഞ്ഞാൽ അയനൈസേഷൻ എന്താൽപ്പി കൂടും. അപ്പൊ നമ്മൾ അക്രോസ് പീരിയോഡിക് ടേബിൾ സഞ്ചരിക്കുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസും ഇലക്ട്രോൺസും നമ്മൾ അട്രാക്ഷൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അതനുസരിച്ച് അയനൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്തു പോകും. ഇത്രേ ഉള്ളൂ. അത് വലിയ സംശയമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഡൗൺ എ ഗ്രൂപ്പ് നമുക്ക് ഇനി ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും. ഡൗൺ എ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് എന്താണ് ചെയ്യുന്നത്? അറ്റോമിക് സൈസ് ഇൻക്രീസസ്. ഡൗൺ എ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ് നമുക്ക് പറയാൻ പറ്റും. ആറ്റത്തിന്റെ വലിപ്പം കൂടി കഴിഞ്ഞാൽ അയനൈസേഷൻ എന്താൽപ്പി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മൾ അയനൈസേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യും. നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ താഴേക്ക് വരുന്നതോറും അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അയനൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും? കുറയും. കാരണം ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയുന്നു. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയുന്നതനുസരിച്ച് അയനൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പൊ അതാണ് ആ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആൾറെഡി അറ്റോമിക് സൈസും അയനൈസേഷൻ എന്താൽപ്പി നമ്മളുടെ ബന്ധം പഠിച്ചപ്പോഴേ നമുക്കത് അറിയാം. അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിളിൽ അപ്ലൈ ചെയ്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ അക്രോസ് എ പീരീഡ് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അറ്റോമിക് സൈസ് കുറയുന്നു. അറ്റോമിക് സൈസ് കുറയുന്നതനുസരിച്ച് അയനൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡൗൺ എ ഗ്രൂപ്പ് എന്ത് സംഭവിക്കുന്നു? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അയനൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില എക്സെപ്ഷനുകൾ അക്രോസ് പീരീഡ് നമുക്ക് എക്സെപ്ഷൻ കാണാൻ പറ്റും. ഡൗൺ എ ഗ്രൂപ്പ് ചെറിയ ചില വേരിയേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അല്ലാതെ ജനറലി ഫോളോ ചെയ്യുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ജനറലി ഫോളോ ചെയ്യുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഇതാണ്. എലോങ് എ പീരീഡും ഡൗൺ എ ഗ്രൂപ്പും അയനൈസേഷൻ എന്താൽപ്പിക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് അനോമലി ഇൻ അയനൈസേഷൻ എന്താൽപ്പി. അപ്പൊ ഇത് നമുക്ക് പരീക്ഷിക്കുക ക്വസ്റ്റ്യൻ ആയിട്ട് പബ്ലിക് പരീക്ഷയ്ക്ക് ഉൾപ്പെടെ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ട്രെൻഡ് പഠിച്ചു. അതായത് അക്രോസ് എ പീരീഡും ഡൗൺ എ ഗ്രൂപ്പും അയനൈസേഷൻ എന്താൽപ്പിക്ക് സംഭവിക്കുന്ന വേരിയേഷൻ നമ്മളിപ്പോ പഠിച്ചു.
അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു ചില ആൾക്കാരൊക്കെ എക്സെപ്ഷനുകൾ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു അനോമലി കാണിക്കാറുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പഠിച്ചു വരുന്ന ട്രെൻഡിൽ നിന്നൊരു മാറ്റം കാണിക്കാറുണ്ട്. അതാണ് ഈ അനോമലി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ആരൊക്കെയാണ് ഈ ഒരു അനോമലി, അയനൈസേഷൻ എന്താൽപ്പിയിൽ ഈ ഒരു അനോമലി കാണിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് ഞാൻ എടുക്കുന്ന സെക്കൻഡ് പീരീഡ് ആണ്. സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന്റെ കേസിലാണ് നമുക്ക് ആ ഒരു അനോമലി, ഒന്ന് രണ്ട് എലമെന്റ്സിന്റെ കേസിലാണ് നമുക്ക് അനോമലി കാണാൻ പറ്റുന്നത്. സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഉണ്ടോ അവിടെ കിടക്കട്ടെ. അപ്പൊ ഇത്രയും എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവരുടെ കേസിലാണ് അയനൈസേഷൻ എന്താൽപ്പിയിൽ നമുക്ക് ഒരു അനോമലി കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം കോമൺലി ഫോളോയിങ് ട്രെൻഡ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ലിഥിയം ടു ഫ്ലൂറിൻ വരുമ്പോൾ അയനൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ് എന്ന് നമ്മൾ പഠിച്ചു. കാരണം സൈസ് കുറഞ്ഞാണ് വരുന്നത്. ഫ്ലൂറിനിലേക്ക്, ലിഥിയത്തിന് ഫ്ലൂറിനിലേക്ക് വരുമ്പോൾ സൈസ് കുറയും. സൈസ് കുറയുന്നതനുസരിച്ച് അയനൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ലിഥിയം ടു ഫ്ലൂറിൻ വരെ വരുമ്പോൾ അയനൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്കറിയാം ലിഥിയത്തിനേക്കാളും കൂടുതലായിരിക്കും ബെറിലിയം, ബെറിലിയത്തിനേക്കാളും കൂടുതൽ വരണം ആര്, ബോറോൺ. പക്ഷെ ബോറോണ് കുറവാണ്. അപ്പൊ അവര് തമ്മിൽ ഒരു അനോമലി ഉണ്ട്. ബെറിലിയം കഴിഞ്ഞ് ബോറോണിലേക്ക് വരുമ്പോൾ അയനൈസേഷൻ എന്താൽപ്പി കൂടേണ്ട സ്ഥാനത്ത് ബോറോണ് കുറയുന്നു. അപ്പൊ അതൊരു എക്സെപ്ഷൻ ആയി, ഇവർ രണ്ടുപേരുടെയും കേസിൽ ഒരു എക്സെപ്ഷൻ ആയി. പിന്നെ ബോറോൺ കഴിഞ്ഞ് വീണ്ടും കാർബണിന് കൂടുന്നു, കാർബൺ കഴിഞ്ഞ് വീണ്ടും നൈട്രജൻ ഇൻക്രീസ് ചെയ്യുന്നു, നൈട്രജൻ കഴിഞ്ഞ് വീണ്ടും ഓക്സിജൻ ഇൻക്രീസ് ചെയ്യേണ്ടതാണ്, പക്ഷെ ഓക്സിജൻ ഡിക്രീസ് ചെയ്യും. അപ്പൊ ആരൊക്കെ തമ്മിൽ ഒരു അനോമലി വന്നു, നൈട്രജനും ഓക്സിജനും തമ്മിൽ ഒരു അനോമലി വന്നു. ഓക്കെ, താഴോട്ട് ആരാണ് കാണിച്ചിരിക്കുന്നത്, ഡിക്രീസ് ചെയ്യുന്നു മീൻ ചെയ്യുന്നതാണ് എഴുതുന്നതിന് പകരം. ഓക്കെ, പിന്നെ ഓക്സിജൻ കഴിഞ്ഞ് ഫ്ലൂറിലേക്ക് ഇല്ലപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ നോർമലി ഇൻക്രീസ് ചെയ്ത് വരേണ്ടതായിരുന്നു, പക്ഷെ എന്ത് സംഭവിച്ചു, ഒന്ന് രണ്ട് എലമെന്റ്സിന്റെ കേസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഈ അയനൈസേഷൻ താല്പര്യത്തിൽ നമുക്ക് ഒരു അനോമലി കാണാൻ പറ്റും. ഗ്രാഫ് ഒക്കെ തന്നിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, ആ എലമെന്റുകൾ തന്നതിന് ശേഷം ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്ത് പോകുന്ന രീതിയിൽ ഗ്രാഫ് ഒക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ലിഥിയം കഴിഞ്ഞ് ബെറിലിയത്തിലോട്ട് അയനൈസേഷൻ താല്പര്യം കൂടുന്നു, പ്രശ്നമൊന്നുമില്ല, നമ്മൾ പഠിച്ച ട്രെൻഡ് തന്നെയാണ്. ബെറിലിയം കഴിഞ്ഞ് ബോറോണിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടേണ്ട സ്ഥാനത്ത് ബോറോൺ എന്ത് ചെയ്യുന്നു, ബോറോണ് കുറയുന്നു. പിന്നെ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. നൈട്രജൻ കഴിഞ്ഞ് ഓക്സിജനിലേക്ക് വരുമ്പോഴത്തേക്ക് ഓക്സിജന് കൂടേണ്ട സ്ഥാനത്ത് ഓക്സിജന് അവിടെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പൊ ബെറിലിയത്തിന്റെ ബോറോണിന്റെ കേസിൽ ഒരു അനോമലി ഉണ്ട് അയനൈസേഷൻ താല്പര്യം. അതുപോലെ നൈട്രജന്റെ ഓക്സിജന്റെ കേസിലും അയനൈസേഷൻ താല്പര്യം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു അനോമലി നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണ് ഇതുണ്ടാകുന്നതിന് അല്ലെങ്കിൽ സംഭവിക്കുന്നതിന് കാരണം, ഈ ഒരു അനോമലി സംഭവിക്കുന്നതിന് കാരണം എന്താണ്, അതാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ അതെന്താണ് അതിന്റെ റീസൺ എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ബെറിലിയത്തിന്റെ ബോറോണിന്റെ കേസ് എടുക്കാം. ബെറിലിയം എടുക്കാം, അതുപോലെ ബോറോൺ എടുക്കാം. ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 നമുക്കറിയാം, ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5. നമ്മൾ ഇതിനെ 1s2 2s2 എന്ന് എഴുതും. ഇതിനെ നമ്മൾ 1s2 2s2 2p1 രണ്ടുപേരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതി കഴിഞ്ഞു. ബെറിലിയത്തിന് 1s2 2s2 നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. ബോറോൺ നമ്മൾ 1s2 2s2 2p1 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതും. അപ്പൊ ഇതിൽ ഇവിടെ നമുക്ക് ബെറിലിയത്തിൽ നിന്ന് ബോറോണും ഓരോ ഇലക്ട്രോണും റിമൂവ് ചെയ്യണം. ബെറിലിയത്തിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ അത് 2s ഓർബിറ്റിൽ നിന്നാണ് റിമൂവ് ചെയ്യേണ്ടത്. ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് 2s ആണ്. ബോറോൺ എന്നാണെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ടത് നമ്മൾ 2p എന്നാണ് റിമൂവ് ചെയ്യേണ്ടത്. ഇവിടെ എന്തുകൊണ്ട് ബെറിലിയത്തിന് കൂടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2s ഉം 2p നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസുമായിട്ട് മാക്സിമം അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസിലേക്ക് പെനട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്, 2s ഓർബിറ്റാണ്. 2s ഉം 2p കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ന്യൂക്ലിയസുമായിട്ട് മാക്സിമം ചേർന്ന് ന്യൂക്ലിയസിലേക്ക് അങ്ങ് പെനട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും ആരാണ്, 2s ആണ്. 2p എന്ന് പറയുന്നത് കുറച്ചുകൂടെ ന്യൂക്ലിയസിന് അകന്നാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനായിരിക്കും എളുപ്പം, ബോറോണും നമുക്ക് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനായിരിക്കും എളുപ്പം. കാരണം ഇവിടെ കൂടുതൽ എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം 2s ഓർബിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആരുമായിട്ട് ചേർന്നിരിക്കുകയാണ്, ന്യൂക്ലിയസുമായിട്ട് ചേർന്നിരിക്കണം. അപ്പൊ ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. അതേസമയം അത്ര എനർജി ഇവിടെ കൊടുക്കേണ്ടി വരില്ല, ബോറോണിന്റെ കേസിൽ കൊടുക്കേണ്ടി വരില്ല. അപ്പൊ അതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വേറെ രീതിയിൽ മനസ്സിലാക്കാം. 2s2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ അല്ലേ. 2s2 എന്നുള്ളത് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ അയനൈസേഷൻ താല്പര്യം ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഒരു റീസൺ ആയിട്ട് ഇത് പറയാൻ പറ്റും. ഒന്നുകിൽ 2s ഓർബിറ്റ് ന്യൂക്ലിയസുമായിട്ട് മാക്സിമം പെനട്രേറ്റ് ചെയ്തിരിക്കുന്നു, മാക്സിമം ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് ബെറിലിയത്തിന് അയനൈസേഷൻ താല്പര്യം കൂടുന്നു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്താ പറയാം, ബെറിലിയത്തിന് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ വരുന്നതുകൊണ്ട് അയാൾ സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് അയാൾക്ക് എന്ത് കൂടുന്നു നമുക്ക് പറയാം, അയനൈസേഷൻ താല്പര്യം കൂടുന്നു പറയാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും. അതാണ് അവരുടെ കേസിലുള്ള റീസൺ. ഇനി നമുക്ക് നൈട്രജൻ ഓക്സിജൻ എടുക്കാം. ഇതുപോലെ നമുക്ക് നൈട്രജൻ എടുക്കാം, അതുപോലെ ഓക്സിജൻ എടുക്കാം. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7, ഓക്സിജന്റെ 8. ഓക്കെ, നമുക്ക് സംശയമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നൈട്രജന്റെ കോൺഫിഗറേഷൻ നമുക്ക് 1s2 2s2 2p3 എന്ന് എഴുതാം. ഓക്സിജൻ നമുക്ക് 1s2
2s2 2p4 എന്ന് എഴുതാം. ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാം. ഓർബിറ്റൽ ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? 1s2 2s2 ഇത് 1s 2s 2p3 നമ്മൾ എങ്ങനെ വരയ്ക്കും? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അനുസരിച്ച് ഓരോന്നിലും ഓരോന്ന് വെച്ച് കൊടുക്കും അല്ലേ? എടുത്താലും മതി. ഓരോന്നിലും നമ്മൾ ഓരോന്ന് വെച്ച് കൊടുക്കും. ഇത് 2p3. അതുപോലെ ഓക്സിജന്റെ ഇത് 1s2, അടുത്ത 2s2, അടുത്ത 2p4, px py pz 3 p ഓർബിറ്റൽസ്. 2p ഹൺസ് റൂൾ അനുസരിച്ച് 1 2 3 ഇനിയെ പേരിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അനുസരിച്ച്. ഓക്കെ, 1s 2s 2p3 അല്ല 2p4. 1s2 2s2 2p4 ഇത് 1s2 2s2 2p3. ഇപ്പൊ രണ്ടുപേരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഒരു റീസൺ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാം, നൈട്രൈന് കുറയേണ്ടതാണ്, പക്ഷെ നൈട്രൈന് കൂടുന്നു. അപ്പൊ ഇതെന്താണ് അതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ, നൈട്രൈന്റെ 2p എന്നാണ്. നൈട്രൈൻ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന നമ്മൾ 2p എന്നാണ് റിമൂവ് ചെയ്യേണ്ടത്. അയാള് ഹാഫിൽഡ് കോൺഫിഗറേഷനിൽ ഇരിക്കില്ല. ഹാഫിൽഡ് കോൺഫിഗറേഷനിൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്, അതുകൊണ്ട് അയാൾ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ താല്പര്യം കാണില്ല. ഇവിടെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എനർജി നമുക്ക് നൈട്രൈന്റെ കേസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമുക്ക് അത് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂലേ? കാരണം നൈട്രൈന്റെ 2p ഓർബിറ്റൽ എന്ന് പറയുന്നത് ഹാഫിൽഡ് കോൺഫിഗറേഷനിൽ ഇരിക്കുകയാണ്, സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അയാൾ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനായിട്ട് വലിയ താല്പര്യം കാണിക്കില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ കൂടുതൽ എനർജി എന്ത് ചെയ്യേണ്ടി വരും? ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ആൾറെഡി നമ്മൾ പറഞ്ഞു, നൈട്രൈൻ ഹാഫിൽഡ് കോൺഫിഗറേഷനിൽ വരുന്നതുകൊണ്ട് അയാൾക്ക് ആരെക്കാളും അയനൈസേഷൻ താല്പര്യം കൂടുതലാണ്, ഓക്സിജനെക്കാളും അയനൈസേഷൻ താല്പര്യം കൂടുതലാണ്. അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ വേറെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് വേറെ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഞാൻ പറയുന്നത് ഏതാണോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം. അപ്പൊ ഇത് നിങ്ങൾക്ക് എളുപ്പം തോന്നണമെങ്കിൽ ഇത് എഴുതാം. ഇനി ഞാൻ രണ്ടാമതൊരു എക്സ്പ്ലനേഷൻ പറയാം, അതാണ് എളുപ്പം തോന്നണമെങ്കിൽ അത് എഴുതുക. ഇവിടെ 2p3 ഇവിടെ 2p4. നമ്മൾ ഇവരുടെ രണ്ടുപേരുടെയും 2p ഓർബിറ്റൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 3 ഇലക്ട്രോണുകൾ 3 ഡിഫറന്റ് ഓർബിറ്റൽസിനാണ് ഇരിക്കുന്നത്. ഒരെണ്ണം px py ഒരെണ്ണം pz. പക്ഷേ ഇവിടെ 2 ഇലക്ട്രോണുകൾ ഒരു ഓർബിറ്റിന്റെ അകത്ത് വന്നു, ഒരു ഓർബിറ്റലിന്റെ അകത്ത് വന്നു. ഇവിടെ 3 ഡിഫറന്റ് ഓർബിറ്റൽസിന്റെ അകത്ത് ഇരിക്കുന്നു. ഇവിടെ 2 ഇലക്ട്രോണുകൾ 2 ഓർബിറ്റൽസിലും ബാക്കി 2 ഇലക്ട്രോണുകൾ സെയിം ഓർബിറ്റൽ ഒക്കുപൈ ചെയ്യുന്നു. സെയിം ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ റിപ്പൾഷൻ കൂടുതലായിരിക്കൂലേ? അപ്പൊ ഈ 2p അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ 2p ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണ്. കാരണം സെയിം ചാർജസ് റിപ്പൽ ചെയ്യും. ഇലക്ട്രോണുകൾ എല്ലാം നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അവർ സെയിം ചാർജ് റിപ്പൽ ചെയ്യും. അപ്പൊ ഇതിലിരിക്കുന്ന ഈ 2p ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഈ 2p ഇലക്ട്രോണുകൾ തമ്മിൽ നല്ല രീതിയിൽ റിപ്പൽ ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഈ 2p-യെക്കാളും റിപ്പൾഷൻ ഇലക്ട്രോൺ റിപ്പൾഷൻ ഓക്സിജന്റെ 2p-ലാണ്. റിപ്പൽ ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറച്ച് എനർജി കൊടുത്താൽ മതി. ഓക്സിജൻ കേസിൽ നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ തന്നെ ഇലക്ട്രോൺ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ആ 2p ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഒന്നുകിൽ നൈട്രജന്റെ 2p ഹാഫിൽഡ് കോൺഫിഗറേഷൻ വരുന്നതുകൊണ്ട് അയാൾ സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരുന്നു, അതുകൊണ്ട് അയാൾക്ക് അയനൈസേഷൻ താല്പര്യം കൂടുന്നു പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഓക്സിജന്റെ കേസിൽ ഓക്സിജന്റെ 2p ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണ്, അതുകൊണ്ട് അവിടെ കുറച്ച് എനർജി കൊടുത്താൽ മതി. നൈട്രജൻ കൊടുക്കുന്ന അത്രയും എനർജി നമുക്ക് ഓക്സിജൻ കൊടുക്കേണ്ട, അതുകൊണ്ട് നൈട്രജൻ കൂടുന്നു, ഓക്സിജൻ കുറയുന്നു എന്ന് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് അയനൈസേഷൻ താല്പര്യം അനോമലി എന്ന് പറയുന്നത്. ബെറിലിയത്തിന്റെ ബോറോണിന്റെ കേസിലുള്ള അനോമലി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ആരുടെ കേസിൽ നൈട്രജന്റെ ഫോസ്ഫറസിന്റെ കേസിലുള്ള അനോമലി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ.